കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെ വരാൻ പോവാണല്ലോ. ഇപ്പോൾ സമ്മർ വെക്കേഷൻ വരാൻ പോവാണ്. 2 മാസം കുറേ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ബേജാറാണ്. ഇതുവരെ രാവിലെ സ്കൂൾക്ക് വിട്ടാൽ മതിയല്ലോ, പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ കുട്ടികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പാരൻറ്റിങ് ടിപ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികളെ ഇതിൽ ഒരുപാട് മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മൾ ഈ സമ്മർ വെക്കേഷനിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നല്ലൊരു ഓർമ്മയായി കുട്ടിക്ക് നിൽക്കണം. അതൊരു നല്ല ഓർമ്മയായി നിൽക്കണമെങ്കിൽ അതിൽ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം, ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകണം, അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിക്കുക, നീന്താൻ പഠിപ്പിക്കുക, സൈക്ലിംഗ് പഠിപ്പിക്കുക, അങ്ങനെ നമ്മൾ അവരായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവരെ എന്തെങ്കിലും പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ അവരുടെ ഒരു മെൻറ്ററായി മാറും. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള അപ്രിസിയേഷനും നമ്മളോടുള്ള റെസ്പെക്റ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മെച്ചപ്പെട്ട് വരും. അതാണ് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ വളർത്തി മോശമാക്കുക ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നിങ്ങനെ പറയണം. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ഓരോന്ന് ഇങ്ങനെ അൺവെയിൽ ചെയ്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്യൂരിയസ് മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക ചെയ്യണം. വേണ്ടടാ, അത് ചെയ്യണ്ടടാ, ഇത് ചെയ്യലടാ. അപ്പോൾ അതിന് പകരം താരതമ്യേന കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവരെന്താ ചെയ്യണതെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് അവരെന്താണ് താല്പര്യപ്പെടുന്നത്, അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അതിനനുസരിച്ച് എല്ലാ കുട്ടികളെയും നമുക്ക് ചിലപ്പോൾ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റില്ല, എല്ലാ കുട്ടികളെയും നമുക്ക് പ്രസംഗകല പരിശീലിപ്പിക്കാൻ പറ്റില്ല, എല്ലാ കുട്ടികളെയും ചിലപ്പോൾ സ്വിമ്മിങ്ങിന് പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നതേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുട്ടീൻ്റെ അഭിരുചി എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ടൈമും കൂടിയാണ് ഈ 2 മാസം. അപ്പോൾ ഈ 2 മാസത്തിൽ ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ ഉള്ള പാരൻസ് ആണെങ്കിൽ അവർക്കൊക്കെ അവധി കൊടുക്കുന്നത് ഇതൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ നല്ലൊരു മെൻറ്ററായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.